എന്ത് അത്ഭുതങ്ങളാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും അല്ലേ. രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഭൂമിയിലുള്ളതിൽ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ലിവിങ് ആയിട്ടുള്ള ടെമ്പിൾ, അതായത് നടന്നുകൊണ്ട് പൂജയും റിച്വൽസും ആചാരങ്ങളും എല്ലാം കൃത്യമായിട്ട് നടക്കുന്ന ഏറ്റവും പ്രാചീനമായിട്ട് ഇന്ന് ഭൂമിയിലുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം സ്വയംഭൂവാണെന്നാണ് പറയപ്പെടുന്നത്. അതാത് കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ വന്നിട്ട് അല്ലെങ്കിൽ ഭരണാധികാരികൾ വന്നിട്ട് ഈ ക്ഷേത്രം ഭംഗിയായിട്ട് പിന്നീട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ഭഗവാൻ സ്വയംഭൂവാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ അത് വന്ന് കാണേണ്ടത് തന്നെയാണ്. അത് കൂടുതൽ ഒന്നും പറയുന്നില്ല, കാരണം ഇത് ഓരോ ഗോപുരങ്ങളും അതിൻ്റെ ചിത്രങ്ങളും അതിലെ കൊത്തുപണികളുമൊക്കെ എന്തോ അത്ഭുതമാണെന്ന് പറയും. ഭഗവാന്റെ വിഗ്രഹം തന്നെ അത്രയും സൗന്ദര്യമുള്ളത്. അനന്തശയനായിട്ടുള്ള മഹാവിഷ്ണുവാണ് ശ്രീ രംഗനാഥ സ്വാമി. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇടത്തുവശത്തായിട്ട് ഒരു വരാഹമൂർത്തിയും തൊഴുത് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വലതുവശത്തായിട്ട് ധ്യാനിച്ചിരിക്കുന്ന ശംഖുചക്രങ്ങളോടുകൂടി ധ്യായേ സദാ സവിതർ മണ്ഡല മധ്യവർത്തി, സൂര്യമണ്ഡലത്തിൻ്റെ നടുവിൽ ധ്യാനിച്ചിരിക്കുന്ന സ്വരൂപത്തിലുള്ള ഒരു വിഷ്ണു ഭഗവാനെയും നാലമ്പലത്തിനുള്ളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ 1000 പില്ലറുള്ള ഒരു വലിയ ഹോള്. ഇങ്ങനെ ഒരു റീലിലോ ഒരു വീഡിയോയിലോ പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര കാര്യങ്ങളുണ്ട് ശ്രീ രംഗനാഥ സ്വാമിയെക്കുറിച്ച് പറയാൻ. ഭാരതത്തിൽ ഒരുപാട് വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്, എല്ലാം പ്രധാനം തന്നെയാണ്. അതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ വന്നിരുന്നാലേ ഒരു പ്രത്യേക സുഖം. അതിനകത്തിരുന്ന് ഭഗവാനെ ഒന്ന് കണ്ടിറങ്ങുമ്പം ഒരു സന്തോഷം, ഒരു സമാധാനമാണ്. പ്രത്യേകിച്ച് ഈ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പൊതുവേ തൊഴുതിറങ്ങുമ്പം ഒരു സുഖമാണ്, ഒരു തമാശ, ഒരു ആനന്ദമാണ്. നമുക്കൊരു പ്രത്യേക ചിരിയും ഒരു സന്തോഷവും ഒക്കെയാണ്. ഭഗവാൻ ആനന്ദ സ്വരൂപനല്ലേ, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഭഗവാനെ വന്ന് തൊഴുതാൽ ശ്രീരംഗനാഥ സ്വാമിയും രംഗനായികയും ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ഇവിടെ വന്നിരുന്ന് വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ മഹാമന്ത്രമായിരിക്കുന്ന അഷ്ടാക്ഷര മന്ത്രവും ജപിക്കുന്നതുമൊക്കെ വളരെ വിശേഷമാണ്. വരാനും ഇതൊക്കെ ചെയ്യാനുമുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കാണാം. നമസ്കാരം.